ആരാധ്യനായ അധ്യക്ഷൻ INTUC-യുടെ സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷൻ കൂടിയായ ശ്രീ ആർ ചന്ദ്രശേഖരൻ അവരുകൾ, ഇന്നത്തെ താരമായ ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ശ്രീ മലയാലപ്പടി ജ്യോതിഷ് കുമാർ ദേവേട്ടനും മാട്ടക്കാരനും ഹരികുമാർ പൂതങ്കര ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, സദസ്സിലിരിക്കുന്ന ഒട്ടേറെ INTUC-യുടെ നേതാക്കന്മാർ, മറ്റ് സുഹൃത്തുക്കളെ, വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. എന്നോടൊപ്പം INTUC ജില്ലാ പ്രസിഡന്റ് എന്നുള്ള നിലയിലൊക്കെ അപ്പുറമായി ഒരു 3 ദശാബ്ദമായി വ്യക്തിപരമായ അടുപ്പമുള്ള ശ്രീ മലയാലപ്പടി ജ്യോതിഷ് കുമാർ ചരിത്രത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ ട്രേഡ് യൂണിയൻ ചരിത്രം ഒരു പുസ്തകമാക്കി പുറത്തിറക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ രചനാവേളയിൽ ഞങ്ങൾ തമ്മിലേക്ക് ഒരുപാട് ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളും വർത്തമാനം പറച്ചിലുകളും ഒക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ആ വർത്തമാനം പറച്ചിലുകളൊക്കെ നടന്നപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം ഇത്ര കനത്തതാണെന്ന് എനിക്ക് വലിയ ധാരണയൊന്നുമില്ലായിരുന്നു. പ്രിയപ്പെട്ട ജ്യോതിഷ് കുമാർ, ഞാൻ അങ്ങയെ മുഖസ്തുതി പറയുകയല്ല, നിങ്ങൾ നമ്മളുടെ അഭിമാനമാണ് എന്നുള്ള കാര്യം ഞാനിവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. INTUC-യുടെ എഴുത്തും വായനയും പുസ്തകവും അവലോകനവും ഒക്കെ വേറെ ചിലർക്കാണ് അതിൻ്റെ തീരവകാശം എന്നുള്ള ആ ചരിത്രം മാറ്റിക്കുറിച്ചുകൊണ്ട് കേരളത്തിലെ തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ ഈ പുസ്തകം പുറത്തിറക്കുന്ന ദിനം കാത്തിരിക്കുന്ന ഒരവസ്ഥയിലെത്തുമ്പോൾ മലയാലപ്പടി ജ്യോതിഷ് കുമാർ എൻ്റെയും നിങ്ങളുടെയും അഭിമാനമായി മാറുമ്പോൾ അതാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് മാത്രമല്ല നമ്മുടെ പ്രസ്ഥാനവും ശ്രീ മലയാലപ്പടിയും അദ്ദേഹത്തിൻ്റെ പുസ്തകത്തെയും വളരെ ഗൗരവമായി കാണുന്നു എന്നുള്ളതാണ്. കേരള രാഷ്ട്രീയം കത്തിക്കാളി നിൽക്കുന്ന ഈ നിമിഷങ്ങളിൽ ശ്രീ VD സതീശൻ ഇവിടെ എത്തി ഈ പുസ്തകത്തിൻ്റെ ഉദ്ഘാടനം ഇവിടെ പ്രകാശനത്തിന് ചെയ്തത്. അതുപോലെ നമ്മുടെ INTUC പ്രസിഡന്റ് അദ്ദേഹം ഒരു ചെറിയ വിശ്രമത്തിലുമൊക്കെ ആയിരുന്നുവെങ്കിലും വിശ്രമം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഇല്ലാത്ത ഒരു മനുഷ്യനായതുകൊണ്ടാണ് ഇപ്പം ഏതാനും നിമിഷങ്ങൾ ഇച്ചിരി വിശ്രമിക്കേണ്ടി വന്നത്. കാരണം പലപ്പോഴും ഈ ഓട്ടമൊക്കെ കുറയ്ക്കണമെന്ന് പറയുമ്പോൾ നമ്മളോടൊക്കെ പറയും, നിങ്ങൾക്ക് പണി ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് എന്നെ വീട്ടിൽ ഇരുത്താൻ നോക്കുന്നതെന്ന് പറയുന്ന ആളാണ് ഈ പുള്ളിക്കാരൻ. ആ പ്രസിഡന്റ് ഇന്ന് അവിടെ നിന്നും ഇത് വളരെ കാലത്തിന് ശേഷം വീട്ടിൽ നിന്നും ഒക്കെ കഴിഞ്ഞ ദിവസം ഞാൻ 10-ാം തീയതിക്ക് ശേഷമേ ഇറങ്ങത്തുള്ളൂ എന്ന് പറയുമ്പോഴും ഞങ്ങൾ തമ്മിലൊരു ചർച്ച നടത്തിയായിരുന്നു. ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ അവിടെ മലയാളപ്പുഴ ഒഴിച്ചു വരാം, അപ്പോൾ ഒരു ഡേഞ്ചർ സോൺ ഉണ്ട്, പ്രസിഡന്റ് വായിൽ നിന്ന് ഇങ്ങനൊരു വർത്തമാനം വീണത് നമുക്ക് മറികടക്കണം എന്ന് ഇതിൻ്റെ ഉദ്ഘാടകനെ ഇതിൻ്റെ പ്രകാശനത്തിന് ആളിനെ തീരുമാനിക്കുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അണിയറയിൽ നിന്ന ഒരാളെന്നുള്ള നിലയിൽ ഈ പുസ്തക പ്രകാശനം സത്യത്തിൽ എൻ്റെ പൊതുജീവിതത്തിലും തൊഴിലാളി പ്രവർത്തനത്തിലും മറക്കാത്ത ഒരു ദിനമാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് വളരെയേറെ രാഷ്ട്രീയ തിരക്കിനിടയിൽ ഓടിയെത്തിയ ആരാധ്യനായ പ്രതിപക്ഷ നേതാവ്, അക്ഷരങ്ങളുടെ പ്രിയപ്പെട്ട കാമുകൻ ശ്രീ VD സതീശൻ, പ്രിയപ്പെട്ട ശ്രീ ചെറിയാൻ ഫിലിപ്പ്, ഇതും കൂടി എഴുതിയ, വളരെ തിരക്കുണ്ടായിട്ടും ഡൽഹിയിൽ പോയിട്ട് ഈ പുസ്തക പ്രകാശനത്തിൻ്റെ ഇവിടെ ഓടിയെത്തിയ ശ്രീ അടൂർ പ്രകാശ്, പ്രിയപ്പെട്ട കിലയുടെ ചെയർമാൻ കൂടിയായ CITU-വിൻ്റെ നേതാവ് KN ഗോപിനാഥ്, അഡ്വക്കേറ്റ് ജോർജ് തോമസ്, മലപ്പുറത്ത് നിന്നും ഈ പുസ്തക പ്രസിദ്ധീകരണത്തിന് പറന്നെത്തിയ ശ്രീ റഹമത്തുള്ള, പ്രിയപ്പെട്ട TC വിജയൻ, ഇതിൻ്റെ ഒരു കാരണവരെ പോലെ ഇതിന് നേതൃത്വം കൊടുത്ത ശ്രീ VJ ജോയി, പ്രിയപ്പെട്ട പഴകുളം മധു, അതുപോലെ ദേവേട്ടൻ, ശ്രീ മാട്ടുകാരൻ, പിന്നെ ഇതിൻ്റെയൊക്കെ പിന്നണിയിൽ മുന്നണിയിൽ നിന്ന ശ്രീ പൂതങ്കര ഉൾപ്പെടെയുള്ളവരോടും, അതേപോലെ തന്നെ ഇത്തരമൊരു ദിനം നമുക്കെല്ലാവർക്കും ഒരു മനോഹരമായ ദിനം, തൊഴിലാളി പ്രസ്ഥാനങ്ങളും തൊഴിലാളി ട്രേഡ് യൂണിയനുകളുമൊക്കെ ഒരുമാതിരി പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ, ഭരണകൂടം പോലും നമ്മളെ നിരാകരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഇരുന്നു കൊണ്ട് ഇത്രയും വർത്തമാനം പറയുവാനും കേരളത്തിലെയും ഇന്ത്യയിലെയും വർത്തമാന ട്രേഡ് യൂണിയൻ വിഷയങ്ങളെപ്പറ്റി ഇത്തിരി നേരം ഒത്തിരി കാര്യം പറയുവാനും നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് അതിൽ പങ്കെടുക്കുവാൻ സാധിച്ച മുഴുവൻ സഹപ്രവർത്തകരെയും വളരെ വിദൂര സ്ഥലത്തു നിന്നും, കാസർഗോഡ് നിന്നും മലപ്പുറത്തു നിന്നുമൊക്കെ ഇവിടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മലയാളപ്പുഴയുടെ പുസ്തക പ്രകാശനത്തിന് ഓടിയെത്തിയ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് എല്ലാവരോടും അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരൻ എന്നുള്ള നിലയിൽ എല്ലാ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത നേതാക്കന്മാരും INTUC-യുടെ വിവിധ തലങ്ങളിൽ ചുമതല വഹിക്കുന്ന INTUC-യുടെ നിരവധി സംസ്ഥാന ഭാരവാഹികളെത്തി, അതേപോലെ മാധ്യമപ്രവർത്തകരെത്തി, അവരോടൊക്കെയുള്ള ഒത്തിരി നന്ദി കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ് ഹിന്ദ്, ജയ് INTUC.